ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. മാർച്ച് 15 മുതൽ 21 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. സാഹിത്യ അക്കാദമി അവാർഡ് 2025. സാഹിത്യ അക്കാദമി അംഗീകരിച്ച 24 ഇന്ത്യൻ ഭാഷകളിലെ വാർഷിക അവാർഡുകൾ പ്രഖ്യാപിച്ചു. 8 കവിതാ പുസ്തകങ്ങൾ, 4 നോവലുകൾ, 6 ചെറുകഥാ പുസ്തകങ്ങൾ, 2 ഉപന്യാസങ്ങൾ, 1 സാഹിത്യ വിമർശനം, 1 ആത്മകഥ, 2 ഓർമ്മക്കുറിപ്പുകൾ എന്നിവയാണ് 2025 അവാർഡുകൾ നേടിയത്. മലയാള ഭാഷയിൽ എൻ പ്രഭാകരൻ്റെ മായാമനുഷ്യർ എന്ന നോവലിനാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. മാർച്ച് 31 ന്യൂഡൽഹിയിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും. 1954 സാഹിത്യ അക്കാദമി അവാർഡ് സ്ഥാപിതമായത്. MS ധോണി NPCI ഭീം UPIയുടെ പുതിയ ബ്രാൻഡ് അംബാസഡറായി ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം മഹേന്ദ്ര സിംഗ് ധോണിയെ നിയമിച്ചു. ഡിജിറ്റൽ പേയ്മെൻറ്റുകളെക്കുറിച്ചുള്ള വിശ്വാസവും സുരക്ഷയും വർദ്ധിപ്പിക്കുക, ഉപയോഗം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. പ്രഖ്യാപനം മാർച്ച് 2026. NPCIയുടെ പൂർണ്ണരൂപം നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഭീമിൻ്റെ പൂർണ്ണരൂപം ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. 2016 NPCIയുടെ UPI ആപ്പായ ഭീം പുറത്തിറക്കുന്നത്. ദ്രാവിഡ വാഴാനിയ. കേരളത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം മണ്ണിരയാണ് ദ്രാവിഡ വാഴാനിയ. കണ്ടെത്തിയത് തൃശ്ശൂരിലെ പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിലെ വാഴാനി ഡാം പ്രദേശത്തു നിന്നാണ്. മോണിലിഗാസ്ട്രിഡേ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ മണ്ണിര. സൂടാക്സ ജേണലിൽ ദ്രാവിഡ വാഴാനിയെക്കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാരത് ഇലക്ട്രിസിറ്റി സമ്മിറ്റ് 2026. 2026 ഭാരത് വൈദ്യുതി ഉച്ചകോടി മാർച്ച് 19 മുതൽ 22 വരെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നടന്നു. ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര ഊർജ്ജ മന്ത്രി മനോഹർ ലാലാണ്. തീം വളർച്ച വൈദ്യുതീകരിക്കുന്നു, സുസ്ഥിരതയെ ശാക്തീകരിക്കുന്നു, ആഗോളതലത്തിൽ ബന്ധിപ്പിക്കുന്നു. ഭാരത് ഇലക്ട്രിസിറ്റി സമ്മിറ്റിൻ്റെ ലക്ഷ്യമെന്നാൽ പുനരുപയോഗ ഊർജ്ജം, സ്മാർട്ട് ഗ്രിഡ്, ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ വഴി ഇന്ത്യയുടെ ഊർജ്ജ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്നതാണ്. 80-ലധികം രാജ്യങ്ങളിൽ നിന്നും 500-ലധികം പ്രദർശകരിൽ നിന്നുമുള്ള പങ്കാളിത്തം ഈ ഉച്ചകോടിക്കുണ്ട്. കലിഞ്ചർ കോട്ട. ഇന്ത്യൻ ജിയോളജിക്കൽ സർവേ കലിഞ്ചർ ഹിൽ മേഖലയെ ദേശീയ ഭൂപൈതൃക സൈറ്റ് അഥവാ നാഷണൽ ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചു. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിലാണ്. ഗുപ്ത സാമ്രാജ്യകാലത്തെ ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട ഇടമാണ് കലിഞ്ചർ കോട്ട. ഉത്തർപ്രദേശിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കാം. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ ആണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. വേൾഡ് ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലാണ്. വേദി ഒഡീഷയിലെ ഭുവനേശ്വർ. ആദ്യമായാണ് ഇന്ത്യയിൽ ഇത്തരമൊരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 2026 ചാമ്പ്യൻഷിപ്പ് പോളണ്ടിലെ ടോറണിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ഒഡീഷയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കാം. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. മുഖ്യമന്ത്രി മോഹൻ ചരൺ മഝി, ഗവർണർ ഹരിബാബു കംഭംപട്ടി. LPG ATM. ഇന്ത്യയിലെ ആദ്യ LPG ATM ഹരിയാനയിലെ ഗുരുഗ്രാമിൽ. BPCLൻ്റെ പൈലറ്റ് പ്രോജക്റ്റാണിത്. സോനയിലെ സെൻട്രൽ പാർക്ക് ഫ്ലവർ വാലിയിലാണ് ഈ ATM സ്ഥാപിച്ചിരിക്കുന്നത്. BPCLൻ്റെ പൂർണ്ണരൂപം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഹരിയാനയുടെ ചില വിവരങ്ങൾ നോക്കാം. ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ്. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, ഗവർണർ പ്രൊഫസർ അഷീം കുമാർ ഘോഷ്. താങ്ക്സ് ഫോർ വാച്ചിങ്.